എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് കുറച്ച് വാക്കുകൾ പഠിച്ചാലോ? നമുക്ക് നോക്കാം. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരമാണ് സ്വരാക്ഷരത്തിലെ എ. മലയാളത്തില് 2 എ ഉണ്ട്. എ എ. ഇതിന് രണ്ടിനും കൂടി ഹിന്ദിയിൽ ഒരേ ഒരു അക്ഷരം മാത്രമേ ഉള്ളൂ, എ. ഇനി എയുടെ ചിഹ്നമാണ് മുകളിൽ ഒരു ചരിഞ്ഞ വര. നമുക്ക് കുറച്ച് വാക്കുകൾ നോക്കാം. കായുടെ മുകളിൽ എയുടെ ചിഹ്നം വന്നു. ഓക്കെ, അപ്പോൾ കായുടെ മുകളിൽ എയുടെ ചിഹ്നം വന്ന എന്താവും? കേ. ഇനി ലായുടെ കൂടെ ആയുടെ ചിഹ്നം, കേല. അടുത്തത് ജായുടെ മുകളിൽ എയുടെ ചിഹ്നം. അപ്പോൾ ജായുടെ മുകളിൽ എയുടെ ചിഹ്നം വന്ന ജേ, പിന്നെ ബ, ജേബ്. അപ്പൊ 2 വാക്ക് നമ്മൾ പഠിച്ചു, കേല, ജേബ്. അടുത്ത കുറച്ച് വാക്കുകൾ നോക്കാം. റായുടെ മുകളിൽ എയുടെ ചിഹ്നം വന്നപ്പോൾ റേ. റേ എന്ന് വായിക്കാം, റേ എന്ന് വായിക്കാം. പിന്നെ ഇൽ, റെയിൽ. ഓക്കെ, റെയിൽ. അടുത്തത് ഖ. ഖായുടെ മുകളിൽ എയുടെ ചിഹ്നം, അപ്പൊ എന്താവും? ഖേ. ഇനി ഇൽ, ഖേൽ, അല്ലെ, ഖേൽ. അടുത്തത് സായുടെ മുകളിൽ എയുടെ ചിഹ്നം, അപ്പൊ എന്താവും? സേ. ഇനി ബ, അപ്പോ സേബ്, സേബ്. അടുത്തത് മായുടെ മുകളിൽ എയുടെ ചിഹ്നം. മായുടെ മുകളിൽ എയുടെ ചിഹ്നമാണെങ്കിൽ എങ്ങനെ വായിക്കും? മേ. ഇനി ലാ, മേള, മേള. ഓക്കെ, അടുത്ത് നോക്കാം. ഗ. നായുടെ മുകളിലാണ് എയുടെ ചിഹ്നം, അപ്പൊ എന്തായി? നേ, നേ, ഗണേ. നെക്സ്റ്റ് ഷ, ഷ്, അല്ലെ, ഗണേഷ്, ഗണേഷ്, ഗണേഷ്. അടുത്തത് കായുടെ മുകളിൽ എയുടെ ചിഹ്നം, അപ്പൊ എന്തായി? കേ. കായുടെ മുകളിൽ എയുടെ ചിഹ്നം വന്ന കേ. നെക്സ്റ്റ് രാ, ദെൻ എൽ, കേരൾ. ഓക്കെ, കേരൾ. ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് എയുടെ ചിഹ്നവും അതുകൊണ്ടുള്ള കുറച്ച് വാക്കുകളും മാത്രമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.